നിന്റെ ഒക്കെ വിധി തന്നെയാണ്. ഈ രാത്രി നിങ്ങൾ നോക്കൂ, ഈ രാത്രി നിങ്ങൾ കരയും, അത്ര തന്നെ. ഇല്ല, ഈ രാത്രി ഞങ്ങൾ എന്തായാലും തോൽക്കില്ല. ഈ രാത്രി കൂടി ഞങ്ങൾ തോറ്റാൽ ഞങ്ങളുടെ വിശ്വാസങ്ങൾ തെറ്റും. ഇന്നെന്തായാലും ദൈവം ആരെങ്കിലും രൂപത്തിൽ അവതരിക്കുക തന്നെ ചെയ്യും. ഹായ് ഓൾ. അപ്പോൾ ഹാപ്പി, ഞാനും വളരെ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു മൊമെൻ്റ് ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞു. ആ മൊമെൻറ്റിൻ്റെ ഹാങ് ഓവറിൽ തന്നെയാണ് നമ്മളിപ്പോഴും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ ആയിട്ട് വന്നുള്ളത്, ക്ഷമിക്കുക. സോ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്നത്തെ ആ ഒരു മാച്ച് ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ തോൽവി സമ്മതിക്കാൻ പാടില്ലാത്തൊരു മത്സരം തന്നെയായിരുന്നു. പക്ഷേ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തോറ്റു എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് പുറകിലായി, അതും ഒരു മലയാളിയുടെ ഗോളിൽ. അങ്ങനെ ആ ഒരു ഗോൾ അടിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ബ്ലാസ്റ്റേഴ്സ് തോറ്റു പോകുമെന്ന്. ബിക്കോസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളും എൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ തലച്ചോറിലോട്ട് നിക്ഷേപിച്ച കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകില്ല, എനിക്കറിയാം. കാരണം ബ്ലാസ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുണ്ട്, എന്നേക്കാൾ കൂടുതൽ വിശ്വാസമുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഒരുപാട് ചേഞ്ച് ആയിരിക്കും. സോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ആ സമയത്ത് എന്താണ് വിചാരിച്ചതെന്ന്. നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റി, മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ എനിക്ക് തിരിച്ചറിയാനാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് പുറകിൽ നിന്നതിന് ശേഷം 2 ഗോളുകൾ, എണ്ണം പറഞ്ഞ 2 ഗോളുകൾ തിരിച്ചടിച്ചിട്ട്, തട്ടിമുട്ട് ഗോളുകളും ഉടായ്പ് ഗോളുകളൊന്നുമല്ല, എണ്ണം പറഞ്ഞ 2 ഗോളുകൾ തിരിച്ചടിച്ചിട്ട് ആ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നതും ആ മത്സരം ഈസ്റ്റ് ബംഗാളിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതും. അപ്പോൾ ഇന്നലെ വളരെ ഹാപ്പിയാണ്. ഇന്നലെ ആ ഒരു മത്സരം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തില്ലെങ്കിൽ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് കഴിഞ്ഞ സീസണിലെ ഇവാൻ വൂക്കമോവിച്ചിൻ്റെ കീഴിലുണ്ടായിരുന്ന ആ ടീം, ടൈസുക്കി സാക്കെ, സിർനിച്ച്, ഡയമണ്ട് കോസ്, ആ ഒരു ടീം FC ഗോവയായിട്ടൊരു ഇങ്ങനത്തെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. എൻ്റെ മോനെ ത്രില്ഡ്, അതേ ത്രില്ല് തന്നെ ഇപ്പോൾ എനിക്കുണ്ടായി. ബിക്കോസ് ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇന്നലെ ഞാൻ എൻ്റെ മാച്ച് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇന്നും നിങ്ങൾ തോൽക്കും. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പെങ്ങളും എൻ്റെ ചേട്ടനും പറഞ്ഞു ഇന്നും നിങ്ങൾ പൊട്ടും. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു 2-1 കളി ജയിക്കുമെന്ന്. ഞാൻ പറഞ്ഞത് കൊണ്ട് കളി 2-1 ജയിച്ചതല്ല, ഞാനൊന്ന് കറക്കി കുത്തിയതാണ്. പക്ഷേ ആ ഒരു എക്സ്പീരിമെൻ്റ്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്നെ ത്രിൽഡാക്കി. റെഡിക്ക് പറഞ്ഞാൽ ഞാൻ തോറ്റു, ഇനി ഞാൻ കുറേ റീസൺസ് ഒക്കെ ഉണ്ടാക്കി, ഇങ്ങനെ തോറ്റു അങ്ങനെ തോറ്റു എന്നൊക്കെ പറയാതിരിക്കുന്ന സമയത്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ വിന്നിങ് മാച്ച്, അല്ലെങ്കിൽ ആ ഒരു വിന്നിങ് സ്കോറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നലെ ഞാൻ വീട് അടിച്ച് തകർത്ത് ഗൈസ്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു വിന്നിങ് മാച്ച് ഈ സീസണിൽ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാറുടെ കീഴിലെ വിന്നിങ് മാച്ച് സംഭവിച്ച് കഴിഞ്ഞു. എന്താണെങ്കിലും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈ ഒരു മത്സരത്തിൽ ഒരുപാട് നെഗറ്റീവുകളൊക്കെ ഉണ്ട്, പക്ഷേ പോസിറ്റീവ് സൈഡ് മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ആഗ്രഹിച്ചത് എന്താ, ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക, ഈ സീസണിൽ ഹോം ഗ്രൗണ്ടിൽ ഒരു വിജയം നേടിത്തരിക. അതുമാത്രം ആഗ്രഹിച്ചു, അത് ലഭിച്ചു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ഒരുപാട് കുറവുകളുണ്ട്, ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട്. നമുക്കറിയാം നമ്മുടെ ചാനൽ ഒരിക്കലും ഒരു അനലൈസിങ് ചാനലല്ല. നമ്മുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള കാരണം ISL വീഡിയോസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു റിസ്കി എലമെൻ്റാണ്. സോ നമുക്ക് ഇങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോകാം. ബാക്കി നമ്മൾ പഴയ പോലെ തന്നെ നമ്മളെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ക്ഷമിക്കുക, സ്റ്റേ ട്യൂൺ. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം. എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നോട് സംസാരിക്കാം, കമൻറ്റ് ചെയ്യാം. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം. പക്ഷേ അങ്ങനെ തെറ്റുകൾ തിരുത്താനായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ
കാണുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഇനി ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ ഈ മാച്ചിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് പറയുമ്പോൾ ഈ പ്രീതം കോട്ടാലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ആ ഒരു എക്സ്പീരിയൻസിനാണെങ്കിലും പുള്ളിയുടെ ടീമിലെ ആ ഒരു നിലനിൽപ്പിനൊക്കെ ഒരുപാട് ചോദ്യം ചെയ്ത ദിവസങ്ങളായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കടന്നു പോയിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2 മാച്ചിൽ പുള്ളി ആരാണെന്ന് ഞാൻ എന്തായിരുന്നു എന്ന് കാണിച്ചു തരുന്നുണ്ട്. സോ ഇന്നലത്തെ ഈ മണിക്കൂറുകൾ തീർച്ചയായിട്ടും പുള്ളി അവർക്കൊക്കെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡ്രിൻസിച്ചിന് എന്തിനാണ് ക്യാപ്റ്റൻ ഹാൻഡ് ബാൻഡ് കൊടുത്തതെന്ന് വരെ ഇന്നലെ കമൻറ്റുകളിലുണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഇന്നലെ ഫുൾ ടൈം ഫുൾ എനർജി ആ ഒരു സ്ലോ ബിൽഡപ്പൊക്കെ പോയി ഇല്ലെങ്കിൽ ആ സ്ലോ പെർഫോമൻസൊക്കെ കുറഞ്ഞ് പുള്ളിയുടെ ആ ഒരു പ്രോബ്ലമൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഞാനിതിൽ ഹാപ്പിയാണ്. ഞാൻ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഒരുപാട് മിസ്റ്റേക്സുകൾ പറ്റുന്നുണ്ട് പാസുകളിലാണെങ്കിലും ലോങ് പാസ്സൊക്കെ ഒരു എത്താപ്പത്ത് പാസുകൾ നമ്മളിങ്ങനെ പറയില്ല എത്താപ്പത്ത് പാസുകൾ എന്നൊക്കെ പറയും. അങ്ങനത്തെ കുറച്ച് പാസുകളൊക്കെ നടക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനില്ല. പല സ്ഥലത്തൊരു മിസ്കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ ഒരുപാട് മിസ് പാസുകൾ വരുന്നുണ്ട്. ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ ഒരു 10 പാസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല. നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ വിപിൻ വന്നപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കിപ്പോൾ പഴയ ആ ഒരു ഫോമൊന്നുമില്ല. പുള്ളി ഇപ്പോൾ പുള്ളി വന്നിട്ടല്ലേ ഉള്ളൂ. എന്താണെങ്കിലും സെറ്റാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ബ്ലാസ്റ്റേഴ്സ് കളിച്ചോ എന്ന് ചോദിച്ചാൽ കളിച്ചു എന്നും പറയാൻ പറ്റില്ല, കളിച്ചില്ലെന്ന് ചോദിച്ചാൽ കളിച്ചില്ല എന്നും പറയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനാണ്. അല്ലാതെ ബാധിച്ച കാര്യങ്ങളോ ഇല്ലെങ്കിൽ വലിയ ആധികാരികമായിട്ടും നമുക്ക് ഈ ഒരു വിന്നിനെ കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് എന്താ ആ ആഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്, ഫാൻസ് ഹാപ്പിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു മാച്ച് തിരിച്ചാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഡയമണ്ട് കോസും ഇല്ലെങ്കിൽ ജെയ്ക്സനും ആണ് ഈ ഗോൾ അടിച്ചിട്ട് ഈസ്റ്റ് ബംഗാൾ ജയിച്ചു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഫാൻസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ? നമുക്കറിയാം. എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിൽ കുറേ ആൾക്കാർക്ക് മെൻ്റലി കുറേ ഇഷ്യൂസ് ഉണ്ട്. അതായത് അവർക്ക് ഒരു പ്ലേയിങ് ഇലവനെ തിരഞ്ഞെടുക്കണം, ആ ടീമിനെ കളിപ്പിക്കണം, ഈ എവിടെയെങ്കിലൊക്കെ പോയിരുന്നിട്ട് ഒരു ഷെഡ്യൂളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടത് ഇന്ന ആളെ കളിപ്പിക്കണം. അപ്പോൾ അതൊക്കെ മാനേജ്മെൻറ്റും പരിശീലനമൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതിനൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല. നമുക്ക് അഭിപ്രായം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വന്ന് ചാറാ കുറ്റം പറയുക. എന്നിട്ട് ഈ കുറ്റം പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇന്നും പുകഴ്ത്തുന്നുണ്ടാവുക. അത് പോട്ടെ, അതൊരു ഡിസോർഡറാണ്. നമുക്ക് അതിലൊന്നും കൈകടത്താനോ സംസാരിക്കാനോ പറ്റില്ല. പക്ഷേ അതൊക്കെ മാറ്റിയെടുക്കുക. നമ്മൾക്കൊരു ടീമുണ്ട്. ഈ ഒരു ടീമിൽ നമ്മൾ ഏതൊരു ടീമിനെ ആരാധിക്കും? അങ്ങനെ മാച്ചൊക്കെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എത്രയോ നല്ല നല്ല ടീമിലോട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ എന്താ, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടീമാണ്. അപ്പോൾ നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്കതിനും കൂടുതൽ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയണമെന്നില്ല. സോ എന്താണെങ്കിലും ഈ ഒരു മാച്ചിൻ്റെ എൻഡിലോട്ട് വന്നപ്പോഴേക്കും ദൈവം അവതരിച്ചു. ശരിക്കും പെപ്ര നമ്മളെ സേവ് ചെയ്തെന്ന് വേണം പറയാൻ. പെപ്രയ്ക്ക് മുന്നേ നോഹ അതിൻ്റെ ആ ഒരു തുടങ്ങി വെച്ചു. എന്താണെങ്കിലും നമ്മളെല്ലാവരും ഹാപ്പിയാണ്. ഓവറോൾ മാച്ചിനെ പറ്റിയിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ബ്ലാസ്റ്റേഴ്സ് ഇമ്പ്രൂവ് ആയി വരും, തിരിച്ചു വരും. ഇപ്പോൾ വിമർശിക്കുന്നതൊക്കെ ഒന്ന് കുറക്കാൻ ശ്രമിക്കുക, അവർക്ക് സമയം കൊടുക്കുക. ഇപ്പോൾ കോയോഫിൻ്റെ കേസിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. നമുക്കറിയാം പുള്ളിയുടെ സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് നോക്കുകയാണ് വെച്ചാൽ പുള്ളി ഓക്കെയാണ്, സൂപ്പർ പ്ലെയറാണ്. പക്ഷേ പുള്ളിക്ക് സമയം കൊടുക്കുക. 2 മാച്ചിലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ലൂണ വരാനുണ്ട്, കളികൾ ഒരുപാട് മാറാനുണ്ട്. പുതിയ ഒരു സീസണിൽ നമുക്ക് ഈ ഒരു വലിയൊരു പ്രതീക്ഷ വെച്ച് തന്നെ വേണം ഈ ഒരു സീസൺ മുന്നോട്ട് പോകാനായിട്ട്. ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും. ഈ ഒരു വർഷം കിരീടം നേടും തന്നെ എന്ന് വിശ്വസിക്കാം. എല്ലാ വർഷവും നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെ വിശ്വസിക്കാം. എന്താണെങ്കിലും നമ്മുടെ വിവാദങ്ങളൊക്കെ ഒഴിവാക്കുക, ബ്ലാസ്റ്റേഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പല വിവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പല ഫേക്ക് ന്യൂസസൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നും നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക. നമ്മുടെ ചാനലിൽ അറിയാലോ, അനലൈസിങ് വീഡിയോസ് ഒന്നുമല്ല, നമ്മളിങ്ങനെ ചാനൽ പതിയെ ഇങ്ങനെ വീഡിയോ ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ഇതിനെപ്പറ്റി കായികപരമായിട്ട് സംസാരിക്കാനൊന്നുമില്ല. നമ്മൾ അറിയാലോ, വോയിസ് ഓവർ ചാനലാണ്. അപ്പോൾ നമ്മളിനിയും അതേപോലെ തന്നെ തിരികെ വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ഈ ഒരു ISL വീഡിയോ ചെയ്യാനുള്ള കുറച്ച് പ്രശ്നങ്ങളും പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും ക്ഷമിക്കുക. സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ബൈ.